നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിന്റെ ഭീഷണി. ഗൃഹനാഥൻ ആത്മഹത്യ ചെയ്തു. വള്ളികുന്നം കടുവിനാൽ സ്വദേശി ബാബുവാണ് ആത്മഹത്യ ചെയ്തത്. പോലീസിനെ കണ്ട് കഞ്ചാവുമായി വന്ന ബൈക്ക് ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെട്ട പ്രതി പിടിയിൽ. ഹരിപ്പാട് സ്വദേശി മധുവാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ ജനുവരിയിലാണ് കേസിനാസ്പദമായ സംഭവം. ഡിജിപിയായി റവാഡ ചന്ദ്രശേഖരനെ നിയമിച്ചതിനെ വിവാദമാക്കുന്നതിന് പിന്നിൽ ഒരു കൂട്ടം മാധ്യമങ്ങളും അത് ഏറ്റുപിടിക്കുന്ന പ്രതിപക്ഷ നേതാവുമാണെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ. കേരളത്തിന്റെ അത്ഭുതകരമായ മുന്നേറ്റത്തെ തകർക്കാനാണ് കോൺഗ്രസും BJPയും ശ്രമിക്കുന്നതെന്നും കുറ്റപ്പെടുത്തൽ. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും CITU നേതാവുമായിരുന്ന MA അലിയാർ അനുസ്മരണം കരിയിലക്കുളങ്ങരയിൽ. 12ാം പെൻഷൻ പരിഷ്കരണം ഉടൻ നടപ്പിലാക്കണമെന്ന ആവശ്യം. സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷന്റെ കരുദിനാചരണം. കുന്നത്തൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും വിശദീകരണ യോഗവും. വിശദമായ വാർത്തകളിലേക്ക്. സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിന്റെ ഭീഷണി. ഗൃഹനാഥൻ ആത്മഹത്യ ചെയ്തു. വള്ളികുന്നം കടുവിനാൽ സ്വദേശി ബാബുവാണ് ആത്മഹത്യ ചെയ്തത്. ധനകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാർ വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തിയതായും ആരോപണമുണ്ട്. സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിന്റെ ഭീഷണിയെ തുടർന്നാണ് ഗൃഹനാഥൻ ആത്മഹത്യ ചെയ്തെന്നാണ് പരാതി. വള്ളികുന്നം കടുവിനാലാണ് സംഭവം. കടുവിനാൽ മേലേത്തറ കോളനിയിൽ മലവിള വീട്ടിൽ ബാബുവാണ് ആത്മഹത്യ ചെയ്തത്. കഴിഞ്ഞ ദിവസം സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാർ വീട്ടിൽ വന്ന് ബഹളമുണ്ടാക്കിയതായും പരാതിയുണ്ട്. പോലീസ് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, വള്ളികുന്നം. DGPയായി റവാഡ ചന്ദ്രശേഖരെ നിയമിച്ചതിനെ വിവാദമാക്കുന്നതിന് പിന്നിൽ ഒരു കൂട്ടം മാധ്യമങ്ങളും അത് ഏറ്റുപിടിക്കുന്ന പ്രതിപക്ഷ നേതാവുമാണെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും CITU നേതാവുമായിരുന്ന MA അലിയാർ അനുസ്മരണം കരിയിലക്കുളങ്ങരയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിന്റെ അത്ഭുതകരമായ മുന്നേറ്റത്തെ തകർക്കാനാണ് കോൺഗ്രസും BJPയും ശ്രമിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. DGPയായി റവേദ ചന്ദ്രശേഖരനെ നിയമിച്ചതിനെ വിവാദമാക്കുന്നതിന് പിന്നിൽ ഒരു കൂട്ടം മാധ്യമങ്ങളും അത് ഏറ്റുപിടിക്കുന്ന പ്രതിപക്ഷ നേതാവുമാണെന്നും ഇത് ജനങ്ങൾ തിരിച്ചറിയണമെന്നും CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ പറഞ്ഞു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും CITU നേതാവുമായിരുന്ന MA അലിയാരുടെ 4ാം ചരമവാർഷിക ദിനാചരണത്തിന്റെ ഭാഗമായി കരിയിലക്കുളങ്ങരയിൽ സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കമ്മീഷൻ റിപ്പോർട്ടിൽ രവദ ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന IPS ഉദ്യോഗസ്ഥനെ കുറിച്ച് അദ്ദേഹത്തിന് കൂത്തുപറമ്പ് വെടിവെപ്പിൽ പങ്കില്ലെന്ന് വ്യക്തമാക്കിയാൽ പിന്നെ ഒരാളെ DGP ആക്കിയതിനെ കൂത്തുപറമ്പ് വെടിവെപ്പിന്റെ പേരും പറഞ്ഞ് മുതലക്കണ്ണീർ ഒഴുക്കുന്നത് കാണുമ്പോഴാണ് അതിശയം തോന്നുന്നത്. അത് സതുദ്ദേശത്തിലല്ല. അന്ന് പോലീസുകാരുടെ ഹക്കീം ബത്തേരിയുടെ ആദ്യത്തെ അടി കിട്ടുന്നത് എനിക്കാണ്. എന്റെ തലയിൽ അന്ന് 10-12 സ്വിച്ച് ഉണ്ട്. ബോധരഹിതനായി കൂത്തുപറമ്പിൽ വീണു. അന്ന് ഞങ്ങളെയൊക്കെ ഈ ഹക്കീം ബത്തേരി അടക്കമുള്ളവർ മർദ്ദിക്കുന്ന സമയത്ത് നമ്മുടെ ചാനലുകാരന്നില്ല. എന്നാൽ നമ്മുടെ പത്രങ്ങൾക്ക് ജയരാജനെ ക്രൂരമായി തല്ലിയ ഹക്കീം ബത്തേരി ഇനി സർവീസിൽ ഉണ്ടാകാൻ പാടില്ല. മനോരമയിൽ ഞാൻ കണ്ടിട്ടില്ല കേട്ടാ, മാതൃഭൂമിയിൽ ഞാൻ കണ്ടിട്ടില്ല. അപ്പോ കൂത്തുപറമ്പ് വെടിവെപ്പിലൂടെ 5 പേരുടെ ജീവൻ അപഹരിച്ച സഖാക്കൾ രാജീവിനെയും ബാബുവിനെയും ശിവപാലിനെയും റോഷനെയും ഉൾപ്പെടെയുള്ള 5 പേരെ ക്രൂരമായി വെടിവെച്ച് കൊലപ്പെടുത്തിയ സഖാവ് പുഷ്പനെ കൊല്ലാക്കൊല ചെയ്ത ആ സംഭവത്തെ കുറിച്ചുള്ള അതിനിരയായ DYFI പ്രവർത്തകന്മാരെ കുറിച്ചുള്ള ഒരു ഉത്കണ്ഠയല്ല ഇപ്പൊ ചില മാധ്യമങ്ങൾ രംഗത്ത് വരുന്ന. ഇന്ന് രാത്രി ചർച്ചയ്ക്ക് ഇതൊരു വിഷയമായി. കേരളത്തിന്റെ അത്ഭുതകരമായ മുന്നേറ്റത്തെ തകർക്കാനാണ് കോൺഗ്രസും BJPയും ശ്രമിക്കുന്നത്. ഇന്ന് നാട് നേരിടുന്ന വെല്ലുവിളികളെ നേരിടാൻ LDFന് കഴിയുമെന്നും ജനങ്ങൾ അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞുവെന്നും MV ജയരാജൻ പറഞ്ഞു. സ്വാഗത സംഘം ചെയർമാൻ V പ്രഭാകരൻ അധ്യക്ഷത വഹിച്ചു. കൺവീനർ KB പ്രശാന്ത് സ്വാഗതം പറഞ്ഞു. CPM സംസ്ഥാന കൺട്രോൾ കമ്മീഷൻ ചെയർമാൻ KH ബാബുജാൻ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ U പ്രതിഭ MLA, P ഗാനകുമാർ, ഷെയ്ഖ് P ഹാരിസ്, ഏരിയ സെക്രട്ടറി B അബിൻഷ, V അരവിന്ദാക്ഷൻ, S നസീം, S ആസാദ്, S ഗോപിനാഥൻ പിള്ള,
വി മുരളീധരൻ, ആർ രാജേഷ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡി അംബുജാക്ഷി, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൽ ഉഷ എന്നിവർ പങ്കെടുത്തു. വിവിധ കേന്ദ്രങ്ങളിൽ നിന്നെത്തിയ അനുസ്മരണ റാലിയിൽ സ്ത്രീകളടക്കം നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു. CPM ജില്ലാ സെക്രട്ടറി ആർ നാസർ അടക്കം നിരവധി നേതാക്കളും പ്രവർത്തകരും പുഷ്പാർച്ചനയിലും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കായംകുളം. കലാ സാംസ്കാരിക സന്ധ്യയും മെറിറ്റ് അവാർഡ് വിതരണവും സംഘടിപ്പിച്ചു. ആരവം എന്ന പേരിൽ ഡിവൈഎഫ്ഐ കുന്നത്തൂർ ബ്ലോക്ക് കമ്മിറ്റിയാണ് പരിപാടി സംഘടിപ്പിച്ചത്. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെയും പരീക്ഷാ വിജയികളെയും ചടങ്ങിൽ ആദരിച്ചു. ഡിവൈഎഫ്ഐ കുന്നത്തൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കലാ സാംസ്കാരിക സന്ധ്യയും മെറിറ്റ് അവാർഡ് വിതരണവും സംഘടിപ്പിച്ചത്. ആരവം 2025 എന്ന പേരിലായിരുന്നു പരിപാടി. ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി VK സനോജ് ഉദ്ഘാടനം ചെയ്തു. എവിടെയാണ് ഒരു തൊഴിൽ ലഭിക്കുക എന്നതാണ് ഈ കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തിന്റെ ഭരണാധികാരികളുടെ ഭാഗത്തുനിന്നും ഉണ്ടാവണം എന്നാണ് ഡിവൈഎഫ്ഐ അതിന്റെ രൂപീകരണ ഘട്ടം മുതൽ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ശക്തമായി ആവശ്യപ്പെട്ടത് ഡിവൈഎഫ്ഐ സംസ്ഥാന ട്രഷറർ SR അരുൺ ബാബു കലാപ്രതിഭകൾക്കുള്ള ആദരവ് നിർവഹിച്ചു. മുൻ രാജ്യസഭാംഗം അഡ്വക്കേറ്റ് K സോമപ്രസാദ് +2 വിജയികൾക്കുള്ള ആദരവും, കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ PK ഗോപൻ SSLC വിജയികൾക്കുള്ള ആദരവും നിർവഹിച്ചു. ഡിവൈഎഫ്ഐ കൊല്ലം ജില്ലാ കമ്മിറ്റി സെക്രട്ടറി ശ്യാം മോഹൻ യൂത്ത് ബ്രിഗേഡ് ജേഴ്സി പ്രകാശനം നിർവഹിച്ചു. CITU സംസ്ഥാന കമ്മിറ്റി അംഗം TR ശങ്കരപിള്ള വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച പ്രതിഭകൾക്കുള്ള ആദരവ് നിർവഹിച്ചു. ഡിവൈഎഫ്ഐ ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് സന്തോഷ് S വലിയപാടം അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കമ്മിറ്റി സെക്രട്ടറി S സുധീർ ഷാ സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കരുദിനാചരണം നടത്തി. 12ാം പെൻഷൻ പരിഷ്കരണം ഉടൻ നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു കരുദിനാചരണം സംഘടിപ്പിച്ചത്. ഇതോടനുബന്ധിച്ച് കുന്നത്തൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും വിശദീകരണ യോഗവും നടത്തി. പന്ത്രണ്ടാം പെൻഷൻ പരിഷ്കരണം ഉടൻ നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ടാണ് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ KSSPA നേതൃത്വത്തിൽ കരുദിനാചരണം നടത്തിയത്. ഇതിന്റെ ഭാഗമായി KSSPA കുന്നത്തൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും വിശദീകരണ യോഗവും സംഘടിപ്പിച്ചു. ശാസ്താംകോട്ട സബ് ട്രഷറിക്ക് മുന്നിലായിരുന്നു പ്രതിഷേധം. KSSPA സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം K രാജേന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. അന്ന് അത് നടപ്പിലാക്കാൻ കമ്മീഷനെ നിയമിക്കാത്തതുകൊണ്ട് അന്ന് സംസ്ഥാന വ്യാപകമായി 199 ട്രഷറികളിൽ 10,000-ത്തിലധികം പേർ പങ്കെടുത്ത പ്രക്ഷോഭ പരിപാടി പ്രകടനം ഉൾപ്പെടെ നടത്തുകയുണ്ടായി. അന്ന് ധർണയായിട്ട് നടത്തി. ഇനിയൊരു ധർണയ്ക്ക് പ്രസക്തി ഇല്ലാത്തതുകൊണ്ട്, സമയം കഴിഞ്ഞു പോയതുകൊണ്ട് നമ്മൾ നമ്മുടെ പ്രതിഷേധം കരിദിനമായിട്ട് ആചരിക്കുകയാണ്. സംസ്ഥാന വ്യാപകമായിട്ട് ആചരിക്കുകയാണ്. ഈ പെൻഷൻ കുടിശ്ശിക ആയിട്ട് ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ നമ്മുടെ പെൻഷൻകാരുടെ അവകാശം സംരക്ഷിക്കുന്നതിന് വേണ്ടി പ്രതിജ്ഞാബദ്ധമായ കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് അസോസിയേഷൻ ഇത്തരം സമരം നടത്തുന്നതിൻ്റെ ഔചിത്യത്തെക്കുറിച്ച് നമുക്കറിയാവുന്നതാണ്. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. പോലീസിനെ കണ്ട് കഞ്ചാവുമായി വന്ന ബൈക്ക് ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെട്ട പ്രതിപിടിയിൽ. ഹരിപ്പാട് സ്വദേശി മധു ആണ് അറസ്റ്റിലായത്. കഴിഞ്ഞ ജനുവരിയിലാണ് കേസിനാസ്പദമായ സംഭവം. ഏരൂർ മണ്ണംകോണത്ത് നിന്നും പോലീസിനെ കണ്ട മധു 1.25 കിലോയോളം കഞ്ചാവുമായി വന്ന ബൈക്കും ഉപേക്ഷിച്ചാണ് രക്ഷപ്പെട്ടത്. പോലീസിനെ കണ്ട് കഞ്ചാവുമായി വന്ന ബൈക്ക് ഉപേക്ഷിച്ചോടി രക്ഷപ്പെട്ട പ്രതിയെയാണ് ഹരിപ്പാട് നിന്നും ഏരൂർ പോലീസ് പിടികൂടിയത്. ഹരിപ്പാട് സ്വദേശിയും ഭാരതീപുരം മറവഞ്ചിറ ലക്ഷം വീട്ടിൽ താമസിച്ചു വരികയുമായിരുന്ന മധുവിനെയാണ് പോലീസ് പിടികൂടിയത്. കഴിഞ്ഞ ജനുവരിയിലാണ് കേസിനാസ്പദമായ സംഭവം. ഏരൂർ മണ്ണാങ്കോണത്ത് നിന്നും പോലീസിനെ കണ്ട മധു 1.25 കിലോയോളം വരുന്ന കഞ്ചാവുമായി വന്ന ബൈക്കും ഉപേക്ഷിച്ച് രക്ഷപ്പെടുകയായിരുന്നു. ഏരൂർ പോലീസ് പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ പ്രതിയെ
തിരിച്ചറിഞ്ഞിരുന്നുവെങ്കിലും പിടികൂടാൻ സാധിച്ചിരുന്നില്ല. മധു ഹരിപ്പാടുള്ള വീട്ടിലുള്ളതായി പോലീസിന് ലഭിച്ച വിവരത്തെ തുടർന്നാണ് ഹരിപ്പാടെത്തി പോലീസ് ഇയാളെ പിടികൂടിയത്. ഇയാൾക്ക് എവിടെ നിന്നാണ് കഞ്ചാവ് ലഭിച്ചതെന്നും ആർക്കായി കൊണ്ടുവന്നതാണെന്നുമുള്ള കാര്യങ്ങൾ പോലീസ് മനസ്സിലാക്കിയിട്ടുണ്ട്. കേസിൽ കൂടുതൽ പേർ പിടിയിലാകുമെന്ന സൂചനയും പോലീസ് നൽകുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. തീരത്ത് ശക്തമായ കടൽക്കയറ്റം. നീണ്ടകര മത്സ്യബന്ധന തുറമുഖം മുതൽ ചവറ കരുത്തുറ വരെയുള്ള പ്രദേശത്താണ് കടൽക്കയറ്റം. ജനവാസ മേഖലയിലേക്ക് കടൽ വെള്ളം ഒഴുകിയെത്തി. മണൽ നിറച്ച സംരക്ഷണ ഭിത്തികളും കടന്ന് കരയിലേക്ക് തിരമാലകൾ അടിച്ചുകയറുകയാണ്. പല ഭാഗത്തും കടൽ ഭിത്തിയും കടന്ന് തിര ഇരച്ചു കയറുകയാണ്. തിരമാലകളിൽ നിന്ന് കരയെ സംരക്ഷിക്കാൻ നിരത്തിയ മണൽ നിറച്ച ബാഗുകൾ കടലെടുത്ത നിലയിലാണ്. നീണ്ടകര മുസല്ലിയ റോഡ് മുതൽ ചീലാന്ത് ജംഗ്ഷൻ വരെ കടൽ ഭിത്തി കടന്ന് തിര കരയിലേക്കു കയറി. പരിമണം ക്ഷേത്രത്തിന് എതിർവശം കോൺക്രീറ്റ് സംരക്ഷണ ഭിത്തി കടന്ന തിരമാലകൾ തീരത്തേക്ക് അടിച്ചു കയറി. പല വീടുകളുടെയും സംരക്ഷണ വേലികളും ശുചിമുറികളും തകർന്നു. പുത്തൻതുറ ബേക്കറി ജംഗ്ഷന് സമീപം 50 മീറ്ററോളം ഭാഗം കടൽ കയറി. കടൽ ശക്തമാകുന്നത് മുന്നിൽ കണ്ട് മത്സ്യത്തൊഴിലാളികൾ കട്ടമരങ്ങളും വലയും സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറ്റി. ഇതിന് സംരക്ഷിക്കുന്ന സർക്കാരിനെ കൊണ്ട് ഒക്കത്തുള്ളൂ, അല്ലെ ഞങ്ങളെ കൊണ്ട് വല്ല ഒത്തു. നമ്മൾ നിൽക്കുന്ന കടലില്ല അല്ലേ, ഇവിടെ അവിടം വരെ കരയായിരുന്നു, കരഞ്ഞ് വീഴുന്നിടം വരെ കരയായിരുന്നു, എല്ലായിടത്തും പോയത് ഇപ്പം തെളിയായിരുന്നു. കടൽ കയറിയതോടെ പുത്തൻതുറ ബേക്കറി ജംഗ്ഷനിൽ ദേശീയപാതയും കടലും തമ്മിലുള്ള അകലം 50 മീറ്റർ മാത്രമായി. കാലാവസ്ഥാ വ്യതിയാനത്തെ തുടർന്നാണ് തീരദേശത്ത് കടൽ വേലിയേറ്റം ശക്തമാകുന്നത്. ന്യൂസ് ബ്യൂറോ, ചവറ. ബാലസാഹിത്യ കൃതികൾ വിദ്യാർത്ഥികളിൽ എത്തിച്ച് ഗ്രന്ഥശാല പ്രവർത്തകർ. ഓച്ചിറ മടത്തിൽക്കാരാൺമ നവഭാവന ഗ്രന്ഥശാല പ്രവർത്തകരാണ് ബാലസാഹിത്യ കൃതികൾ മടത്തിൽക്കാരാൺമ ഗവൺമെന്റ് LP സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് നൽകിയത്. ഇതോടൊപ്പം വായനാ പക്ഷാചരണ മത്സര വിജയികൾക്കുള്ള സമ്മാനങ്ങളും വിതരണം ചെയ്തു. വിദ്യാർത്ഥികളിൽ വായനാശീലം വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ബാലസാഹിത്യ കൃതികൾ വിദ്യാർത്ഥികൾക്ക് നൽകിയത്. ഓച്ചിറ മടത്തിൽക്കാരാഴ്മ നവഭാവന ഗ്രന്ഥശാലയാണ് ബാലസാഹിത്യ കൃതികൾ നൽകിയത്. മടത്തിൽക്കാരാഴ്മ ഗവൺമെന്റ് LPSൽ നടന്ന പരിപാടിയിൽ വായനാ പക്ഷാചരണത്തോടനുബന്ധിച്ച് നടന്ന മത്സര വിജയികൾക്ക് സമ്മാനങ്ങളും വിതരണം ചെയ്തു. താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് കടത്തൂർ മൻസൂർ ഉദ്ഘാടനം നിർവഹിച്ചു. അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ പഠിക്കുക. അപ്പൊ വിദ്യാഭ്യാസത്തിലുണ്ട് 3: കണ്ടു പഠിക്കുക, കേട്ടു പഠിക്കുക, കൊണ്ടു പഠിക്കുക. കാണാതെ പഠിക്കുന്നത് നമ്മൾ പരീക്ഷയ്ക്ക് വേണ്ടിയാണ്. നവഭാവന ഗ്രന്ഥശാല പ്രസിഡന്റ് കയ്യാലത്തറ ഹരിദാസ് അധ്യക്ഷത വഹിച്ചു. ബാലസാഹിത്യ കൃതികൾ നമ്മൾ ഗ്രന്ഥശാലയിൽ നിന്ന് എല്ലാ വർഷവും കുട്ടികൾക്ക് കൊടുക്കാറ്. അതുപോലെ തന്നെ നമ്മൾ ഈ പ്രാവശ്യം കൊടുക്കുക. അടുത്ത പ്രാവശ്യവും വായനാ മത്സരത്തിൽ എല്ലാവരും പങ്കെടുക്കുകയും ആ വിജയികൾക്ക് ഇതുപോലെയുള്ള പ്രോത്സാഹന സമ്മാനം കൊടുക്കുകയും ചെയ്യും. ഗ്രന്ഥശാല സെക്രട്ടറി വി ഉണ്ണികൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. എഴുത്തുകാരൻ ഉണ്ണികൃഷ്ണൻ കുശസ്ഥലി വായനാ സന്ദേശം നൽകി. ഓച്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി ശ്രീദേവി, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് N കൃഷ്ണകുമാർ, ശ്രീലത പ്രകാശ്, KP ബിന്ദു, മാളു സതീഷ്, BS വിനോദ്, M ഗോപാലകൃഷ്ണപിള്ള, M രാമചന്ദ്രൻ പിള്ള, സതീഷ് പളയമ്പിൽ, ആര്യ സുരേഷ്, ജയ്ഹരി കയ്യാലത്തറ തുടങ്ങിയവർ പങ്കെടുത്തു. കുഞ്ഞുങ്ങളെ വായനയുടെ ലോകത്തേക്ക് എത്തിക്കേണ്ടത് കാര്യമാണ്. നേരത്തെയൊക്കെ ഏറ്റവും നല്ല രീതിയിൽ വായന നടന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇന്നത്തെ കാലത്ത് എല്ലാം സാങ്കേതികവിദ്യയുടെ കാലമാണ്. അതെല്ലാം വിരൽത്തുമ്പിൽ കിട്ടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. കാൽനട യാത്രക്കാർക്കും വാഹനങ്ങൾക്കും മരം ഭീഷണിയാകുന്നു. കൊല്ലം മയ്യനാട് SBI ജംഗ്ഷനിലാണ് ദ്രവിച്ച് ഏത് നിമിഷവും നിലംപൊത്താവുന്ന അവസ്ഥയിൽ ബദാം മരം നിൽക്കുന്നത്. അധികാരികളോട് നിരവധി തവണ പരാതിപ്പെട്ടിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് നാട്ടുകാർ പറയുന്നു. മയ്യനാട് SBI ജംഗ്ഷനിലാണ് താഴ്ഭാഗം ദ്രവിച്ച് ഏതു നിമിഷവും വീഴാവുന്ന സ്ഥിതിയിൽ ബദാം മരം നിൽക്കുന്നത്. ഇത് സംബന്ധിച്ച് പരാതിപ്പെട്ടിട്ടും യാതൊരു നടപടിയുമില്ല. വെള്ളമണൽ സ്കൂൾ, മയ്യനാട് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിലേക്ക് വാഹനങ്ങളിലൂടെയും കാൽനടയായും നിരവധി പേരാണ് സഞ്ചരിക്കുന്നത്. നിരവധി വ്യാപാര സ്ഥാപനങ്ങളും സമീപങ്ങളിലുണ്ട്. എതിർദിശയിൽ വാഹനങ്ങൾ വരുമ്പോൾ മരത്തിൽ ഉരഞ്ഞാണ് പോകുന്നത്. റോഡ് സൈഡിലേക്ക് വലിയ ഡേഞ്ചറസ് പൊസിഷനിൽ നിൽക്കുകയാണ്. ഏത് സമയത്തും അപകടം സംഭവിക്കാം. വാഹനങ്ങൾ പലതും ടച്ച് ചെയ്ത് അത് ഏത് സമയം നിലം പതിക്കുന്ന കണ്ടീഷനിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ ഒരുപാട് സ്കൂളുകളൊക്കെ ഉള്ളത്. സ്കൂളുകളും പ്രസ്ഥാനങ്ങൾ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, അതുപോലെ ഹോസ്പിറ്റല്, അക്ഷയ, അങ്ങനെ ഒരുപാട് പ്രസ്ഥാനങ്ങൾ കിടക്കുന്ന ഈ പരിസരത്ത് എത്രയും പെട്ടെന്ന് അധികാരികളുടെ ശ്രദ്ധയിൽ പതിഞ്ഞ്
ഇത് ഇവിടുന്ന് മുറിച്ച് റിമൂവ് ചെയ്ത് കൊണ്ടുപോകാനുള്ള നടപടിക്രമങ്ങൾ ഉണ്ടാവണം. ശക്തമായ കാറ്റ് വന്നാൽ ഇത് ഒടിഞ്ഞ് റോഡിലേക്ക് വീണ് വലിയ അപകടമുണ്ടാകാൻ സാധ്യതയുണ്ട്. വൈദ്യുതി കമ്പികളും ഇതിനു താഴെ കൂടി കടന്നുപോകുന്നു. വൈദ്യുതി കമ്പികളിൽ വീണാൽ വലിയ അപകടമുണ്ടാകുമെന്ന് നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു. കേരളത്തിൽ സ്കൂള്, ഹൈസ്കൂള്, ഇതിലെ വിദ്യാർത്ഥികളൊക്കെ എപ്പോഴും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ഈ ബദാം മരം വളഞ്ഞ് അത് ഏത് സമയം വീഴാനായിരിക്കുകയാണ്. വേണ്ടപ്പെട്ട പഞ്ചായത്ത് അധികാരികളാണ് ഇത് എത്രയും പെട്ടെന്ന്. ഈ വാഹനങ്ങളൊക്കെ തട്ടുന്നുണ്ടോ? ആ വാഹനങ്ങളൊക്കെ തട്ടുന്നുണ്ട്. വാഹനങ്ങൾ ബസ് വന്നാൽ അത് ഇടിച്ചോ പോകാറുണ്ടോ, അല്ല ചാഞ്ഞു പോയി. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇത് മുറിച്ച് മാറ്റിക്കാന്നുള്ളവർ അഭ്യർത്ഥിക്കുകയാണ്. ഭീഷണിയായ മരം മുറിച്ചു നീക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, കൊല്ലം. സൗത്ത് വോയിസ് ബിസിനസ് മീറ്റ് ചവറ വേണാട് കമ്മ്യൂണിക്കേഷനിൽ സംഘടിപ്പിച്ചു. കേരള വിഷൻ സൗത്ത് വോയിസ് വിദ്യാഭ്യാസ അവാർഡുകളും വിതരണം ചെയ്തു. സൗത്ത് വോയിസ് ലിമിറ്റഡിന്റെ ബിസിനസ് മീറ്റ് ചവറ വേണാട് മീഡിയയിൽ സംഘടിപ്പിച്ചു. കേരള വിഷൻ, സൗത്ത് വിഷൻ ജില്ലാതല വിദ്യാഭ്യാസ അവാർഡ് വിതരണത്തിൽ പങ്കെടുക്കാൻ കഴിയാതിരുന്ന ചവറ മേഖലയിലെ വിദ്യാർത്ഥികൾക്കുള്ള അവാർഡ് വിതരണവും ഇതോടനുബന്ധിച്ച് നടത്തി. സിഒഎ ജില്ലാ പ്രസിഡന്റ് സുരേഷ് ബാബു അധ്യക്ഷത വഹിച്ചു. ആ കുടുംബങ്ങളിലെ കുഞ്ഞുങ്ങൾ, മിടുക്കികളുമായിട്ടുള്ള കുഞ്ഞുങ്ങൾ ഉന്നത വിജയം കരസ്ഥമാക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷമാണ് മറ്റെന്തിനേക്കാൾ വലിയ സന്തോഷമായിട്ട് ഞങ്ങൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ ഭാഗമാകാൻ സൗത്ത് വിഷനും കേരള വിഷനും തീരുമാനിച്ചത്. അതിൻ്റെതായ രീതിയിൽ പ്രൗഢമായ സദസ്സിലാണ് ഞങ്ങളത് ചെയ്തത്. ഓരോ കുട്ടികളും ആ വേദിയിൽ കയറി വരുമ്പം അവരുടെ പ്രൊഫൈൽ വലിയ ഡിജിറ്റൽ സ്ക്രീനിൽ കാണിച്ചുകൊണ്ട് അവരുടെ മാതാപിതാക്കൾ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവർ അവിടെ അതിൻ്റെ ഫോട്ടോ ഒക്കെ എടുക്കുന്നു. തിരിച്ചു പോകുന്നതിന് മുമ്പ് ഞങ്ങളോട് നേരിട്ട് വന്ന് അതിൻ്റെ സന്തോഷം പ്രകടിപ്പിച്ചാണ്. ഞാനിത് പറഞ്ഞത് മറ്റൊന്നും കൊണ്ടല്ല. തുടർച്ചയായ 2 പരിപാടിയാണ് കേരള വിഷൻ്റെ കൊല്ലത്ത് നടന്നത്. ഈ സംഘടനയുടെ ഇന്നിവിടെ ഇരിക്കുന്ന ഭാരവാഹികളടക്കം കൊല്ലം ജില്ലയിലുള്ള സകല ആളുകളും ഉറക്കമൊഴിഞ്ഞ് പ്രവർത്തിച്ച ഒരു ചടങ്ങായിരുന്നു. അവിടെ എത്താൻ പറ്റാത്തത് ഇവിടെ ആ സ്വാതപ്രാസംഗികം പറഞ്ഞതുപോലെ സാങ്കേതികത്വമായിരിക്കാം. എന്നാൽ ഞങ്ങൾ അതിനെ കാണുന്നത് വരും വർഷങ്ങളിൽ സംസ്ഥാനം ഒട്ടാകെ ചർച്ച ചെയ്യുന്ന രീതിയിൽ ഈ അവാർഡ് ഫംഗ്ഷനെ മാറ്റാനാണ്. കേരളത്തിൽ A+ നേടുന്ന കുട്ടികൾക്ക് എല്ലാ ജില്ലയിലും ഞങ്ങളിത് സംഘടിപ്പിക്കാൻ തീരുമാനിക്കുന്നുണ്ട്. കൊല്ലം ജില്ലയിൽ പ്രത്യേകിച്ച് സമ്പൂർണ്ണമായിട്ട് ആ പങ്കാളിത്തം ഉണ്ടാക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. വേണാട് മീഡിയ കമ്മ്യൂണിക്കേഷൻ പ്രസിഡന്റ് അശോകൻ എസ് സ്വാഗതം പറഞ്ഞു. സൗത്ത് വോയിസ് മാനേജിംഗ് ഡയറക്ടർ ബിനു ശിവദാസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. സൗത്ത് വോയിസ് ചെയർമാൻ ബിനു പി, സിഒഎ ജില്ലാ സെക്രട്ടറി നൌഷാദ, സൗത്ത് വോയിസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ താജ് ഗോപാൽ, മിറ്റ്സ് മാനേജിംഗ് ഡയറക്ടർ ഷിബു, സിഒഎ സംസ്ഥാന കമ്മിറ്റി അംഗം മുരളീകൃഷ്ണൻ, ചവറ മേഖലാ സെക്രട്ടറി സലീം, മേഖലാ പ്രസിഡന്റ് തിലകരാജ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ. സൗത്ത് വോയിസ് ബിസിനസ് മീറ്റ് കരുനാഗപ്പള്ളി നേത്ര കമ്മ്യൂണിക്കേഷനിൽ സംഘടിപ്പിച്ചു. കേരള വിഷൻ സൗത്ത് വോയിസ് വിദ്യാഭ്യാസ അവാർഡുകളും വിതരണം ചെയ്തു. സൗത്ത് വോയിസ് ബിസിനസ് മീറ്റ് കരുനാഗപ്പള്ളി നേത്ര കമ്മ്യൂണിക്കേഷനിൽ സംഘടിപ്പിച്ചു. സബ് ഡിസ്ട്രിബ്യൂഷൻ തലത്തിലുള്ള ബിസിനസ് മീറ്റാണ് സംഘടിപ്പിച്ചത്. കേരള വിഷൻ, സൗത്ത് മിഷൻ ജില്ലാതല വിദ്യാഭ്യാസ അവാർഡ് വിതരണത്തിൽ പങ്കെടുക്കാൻ കഴിയാതിരുന്ന കരുനാഗപ്പള്ളി മേഖലയിലെ വിദ്യാർത്ഥികൾക്കുള്ള അവാർഡ് വിതരണവും ഇതോടനുബന്ധിച്ച് നടത്തി. PSC മുൻ ചെയർമാൻ ജി ഗംഗാധരക്കുറുപ്പ് ഉദ്ഘാടനം ചെയ്തു. നല്ല ഊർജ്ജസ്വലതയുള്ള, നല്ല കർമ്മശേഷിയുള്ള ഒരുപാട് ചെറുപ്പക്കാരെ അണിനിരന്നിട്ടുള്ള ഈ പ്രസ്ഥാനം ഇതിൻ്റെ ആരംഭകാലം തന്നെ ഉദ്ദേശിച്ചതിനേക്കാളൊക്കെ വളരെ വളരെ വിപുലമായ ഉയർന്ന പ്രവർത്തന രീതികളിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ സംഘടനയുടെ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ കുട്ടികളെ ആദരിക്കുന്ന, അവരെ അനുമോദിക്കുന്ന ചടങ്ങ് നടത്തുന്നത്. സമയത്ത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ കഴിഞ്ഞത് അവരുടെ ഒരു ഭാഗ്യം തന്നെയാണ്. ഞങ്ങളൊക്കെ ചെറുപ്പകാലത്ത് എങ്ങനെയാണ് വിദ്യാഭ്യാസം ചെയ്തത്, അന്നത്തെ സാഹചര്യങ്ങൾ എന്തായിരുന്നു, ഇപ്പോഴതിൽ നിന്ന് വന്ന മാറ്റം എന്താണ്, മാറ്റമാണ് എല്ലാം മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അടിസ്ഥാനപരമായ തത്വം. ഒന്നും നിൽക്കുന്ന നിലയിൽ നിൽക്കത്തില്ല, എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. സൗത്ത് വോയിസ് ചെയർമാൻ പി ബിനു അധ്യക്ഷത വഹിച്ചു. സംരംഭം നല്ലപോലെ പഠിക്കുന്ന കുട്ടികൾക്ക് അവാർഡ് കൊടുക്കുക. അതേപോലെ തന്നെ കേരളത്തിലെ തന്നെ ഏകദേശം 1998 രൂപീകൃതമായ കുടുംബശ്രീ പ്രസ്ഥാനം കേരളത്തിലെ നമ്മളെടുത്ത് വെച്ച് നോക്കിയാൽ ഇന്നത്തെ വികസന പ്രവർത്തനങ്ങൾക്കെല്ലാം ഒരു മാതൃകയായി കേരളത്തിൽ ഇത്രയും വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള മറ്റൊരു പ്രസ്ഥാനമില്ല. അതിനെ പക്ഷെ ആദരിക്കാനായിട്ട് വലിയ ആൾക്കാരൊന്നുമില്ല. ആ രീതിയിലും
നമ്മൾ കഴിഞ്ഞ 21-ാം തീയതി ഈ കൊല്ലം ജില്ലയിലെ 10 യൂണിറ്റുകൾക്ക് നമ്മൾ അവാർഡ് നൽകിയിട്ടുണ്ട്. വലിയൊരു നിരാശയോടെ അത് നേത്ര കമ്മ്യൂണിക്കേഷൻ ലിമിറ്റഡ് MD അജി മണപ്പള്ളി സ്വാഗതം പറഞ്ഞു. ശ്രീജിത്ത് എസ് പിള്ള, താജ് ഗോപാൽ, ലുലു തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. പ്രധാന വാർത്തകൾ വീണ്ടും. സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിന്റെ ഭീഷണി. ഗൃഹനാഥൻ ആത്മഹത്യ ചെയ്തു. വള്ളികുന്നം കടുവിനാൽ സ്വദേശി ബാബുവാണ് ആത്മഹത്യ ചെയ്തത്. പോലീസിനെ കണ്ട് കഞ്ചാവുമായി വന്ന ബൈക്ക് ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെട്ട പ്രതി പിടിയിൽ. ഹരിപ്പാട് സ്വദേശി മധുവാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ ജനുവരിയിലാണ് കേസിനാസ്പദമായ സംഭവം. DGP-ആയി റവാഡ ചന്ദ്രശേഖരെ നിയമിച്ചതിനെ വിവാദമാക്കുന്നതിന് പിന്നിൽ ഒരു കൂട്ടം മാധ്യമങ്ങളും അത് ഏറ്റുപിടിക്കുന്ന പ്രതിപക്ഷ നേതാവുമാണെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ. കേരളത്തിന്റെ അത്ഭുതകരമായ മുന്നേറ്റത്തെ തകർക്കാനാണ് കോൺഗ്രസും BJP-യും ശ്രമിക്കുന്നതെന്നും കുറ്റപ്പെടുത്തൽ. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും CITU നേതാവുമായിരുന്ന MA അലിയർ അനുസ്മരണം കരിയിലക്കുളങ്ങരയിൽ. 12ാം പെൻഷൻ പരിഷ്കരണം ഉടൻ നടപ്പിലാക്കണമെന്ന ആവശ്യം. സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷന്റെ കരിദിനാചരണം. കുന്നത്തൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും വിശദീകരണ യോഗവും. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.